2 രാസസമവാക്യങ്ങൾ നൽകിയിരിക്കുന്നു. അവയിലൊന്ന് പോളിമറൈസേഷൻ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് HCl ഗീവ്സ് A എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ N × A ഗീവ്സ് B കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എയുടെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞത്, ഘടനാവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തേൽ A എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിട്ട് വരും? നമുക്കറിയാം അഡീഷൻ പോളിമറൈസേഷൻ ആണ് വരുന്നത് അല്ലേ. CH ട്രിപ്പിൾ ബോണ്ട് CH ആണ്, HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? ട്രിപ്പിൾ ബോണ്ട് പോകുമല്ലോ. അപ്പൊ CH2 ഡബിൾ ബോണ്ട്, പിന്നെ എന്താണ് ക്ലോറിൻ വരും അല്ലേ. അപ്പൊ എന്താണ് CHCl ഇങ്ങനെ വരും. ഇങ്ങനെ എഴുതിയാൽ നമുക്ക് ഇച്ചിരി മനസ്സിലാവുമായിരിക്കും. CHCl ക്ലിയർ ആയല്ലോ. ഇത് പിന്നെ എന്ത് ചെയ്യും? ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ വിനൈൽ ക്ലോറൈഡ് ആണ് അല്ലേ. വിനൈൽ ക്ലോറൈഡ് ആണ് കേട്ടോ. വിനൈൽ ക്ലോറൈഡ് ആണ്. ഈ വിനൈൽ ക്ലോറൈഡ് n നമ്പർ ഓഫ് വിനൈൽ ക്ലോറൈഡ് റിയാക്ട് ചെയ്തിട്ട് എന്താണ് നമുക്ക് അവിടെ കിട്ടുന്നത്? പോളിവിനൈൽ ക്ലോറൈഡ് ആണ് കിട്ടുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ